എന്റെയും നിങ്ങളുടേതും പോലെ ഒരു കുടുംബം. അമ്മ, അച്ഛൻ, മക്കൾ, സ്നേഹം, ശാസനകൾ, കൊച്ചു കൊച്ചു വിഷമങ്ങൾ, അതിലും വലിയ വലിയ സന്തോഷങ്ങൾ, ഇണക്കങ്ങൾ, പിണക്കങ്ങൾ, എല്ലാ മനുഷ്യരെയും പോലെ ആ വീട്ടിലുള്ളവരും കരുതി ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ. അതെ, ജീവിതം സുന്ദരമാണ്. പക്ഷേ ഏടുകളിൽ ഏതോ ഒരുത്തൻ എഴുതിയ അത്തരം ഭംഗി വാചകങ്ങൾക്ക് വഴങ്ങിത്തരുന്ന അനുസരണയുള്ള കുട്ടിയല്ല ജീവിതം. കണ്ണു തെറ്റിയാൽ കടലെടുത്ത് പോകാൻ പരുവത്തിൽ ചില അപ്രതീക്ഷിതത്വങ്ങൾ അനുവാദം ചോദിക്കാതെ കടന്നു വരും. ഈ കുടുംബത്തിലും അതെ, ഒരായുസിന് മുഴുവൻ നീട്ടാൻ തക്ക വലിപ്പമുള്ള ചില അതിഥികൾ വിളിക്കാതെ വിരുന്നു വന്നു. പിന്നെ നടന്നത് ആരും കരുതാത്ത ചിലതാണ്. പ്രിയമുള്ളവരെ, 2024 ജൂലൈ 15 മുതൽ പാലാ കമ്മ്യൂണിക്കേഷൻസ് വേദിയിൽ അവതരിപ്പിക്കുന്ന പുതിയ ജീവിതം ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ. ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന ചില മനുഷ്യരുടെ ജീവിതങ്ങളിൽ നിന്നും സ്വാംശീകരിച്ച ഒരു കഥ. ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ. നാടകരചന മുഹാദ് വെമ്പായം. നിർമ്മാണ നിർവഹണം ഫാദർ തോമസ് വാലുമേൽ. ദീപ സംവിധാനവും നാടക സംവിധാനവും സുരേഷ് ദിവാകരൻ. ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ. ബുക്ക് ചെയ്യുന്നതിന് ഞങ്ങളുടെ അംഗീകാര ഏജൻസിയെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്. ശ്രീ അപ്പു ഏനാഥ്, അപ്പു ഏജൻസി, താഴത്ത് കുളക്കട PO, കൊല്ലം. ഞങ്ങളുടെ പ്രിയ സുഹൃത്തിന്റെ മേൽവിലാസം ഒരിക്കൽ കൂടി: ശ്രീ അപ്പു ഏനാഥ്, അപ്പു ഏജൻസി, താഴത്ത് കുളക്കട PO, കൊല്ലം. ജീവിതം സാക്ഷി. അപ്പ, അമ്മ, താത്ത, അണ്ണൻ, തങ്കച്ചി எல்லாரும் வந்திருக்கணும். தெரியல, இந்த கேஸுக்கு பின்னாடி உள்ள ரியல் கிரிமினல் யாருன்னு தெரிய வேணும். இது சின்ன கேஸ் கிடையாது, பெரிய கேஸ். எனக்கு ஐச்சியோட பிரஷர் இருக்கு, அவருக்கு டிஜிபியோட பிரஷர் இருக்கு. அவரை கூப்பிட. சார் ராமானுஜம், நீ திரும்பி வர வேண்டாம், அவர் மட்டும் go. மூத்த பையன் கோபி, தங்கச்சி சோனா. கரெக்ட் தானா? ஆமா சார். மலையாளத்தில் படிச்சாவது ஒരാൾ കൂടി இருக்க உங்க வீட்டு இட்டுப்பா. அவருங்க വന്നില്ല. 90 വയസ്സ് കഴിഞ്ഞ ആള്, സുഖമില്ല. ഫസ്റ്റ് വീട്ടുകാരൻ മിസ്റ്റർ വിൻസെന്റ് മറ്റും ഇങ്ങ് അവധി. ബാക്കി എല്ലാവരും ഉള്ള പങ്ക് നിങ്ങളെ ഓരോരുത്തരെ ഞാൻ കൂപ്പിടും. ഇവരെ ഡാർക്ക് റൂമിൽ ഉட்காருங்க. என்ன நடந்தது உங்களுக்கு என்னென்ன எல்லா കാര്യങ്ങൾ தெரியுമെന്നും കറക്റ്റാ സത്യമാ തെളിവാ சொல்லണം. സർ, എന്റെ കുടുംബത്തെ രക്ഷിക്കണം സർ. ഞങ്ങൾക്ക് വേറെ ആരുമില്ല സർ. എന്റെ കുടുംബത്തെ രക്ഷിക്കണം സർ. ക്യാമറയെ பார்த்து சொல்லணும். நீங்கள் தப்பு செய்தில்லைங்க. You can go home back safely. நீங்கள் ஏதாவது குற்றம் செய்தா they will be arrested with immediate effect. Okay. என்ன வேணும் சொல்ல? NDPC முதல் 302 வரை
இந்த கேஸுக்கு கனெக்ட் ஆயிருக்கு. இந்த மாதிரி கேஸுக்கு டிஜிபி வரைக்கும் காணும். டீட்டெயிலா சொல்ல എന്റെ പേര് വിൻസെന്റ്. സ്ഥലം ഹൈറേഞ്ചില് പുലിക്കണ്ടത്തിനടുത്ത് രണ്ടാനക്കൊന്നില്ല. എവിടെന്ന് പറഞ്ഞു തുടങ്ങണമെന്ന് എനിക്കറിയില്ല. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ജീവിതത്തിന് സാക്ഷ്യം പറയേണ്ടി വരുമെന്ന് ഒരിക്കലും ഞാൻ കരുതിയില്ല. ഞാൻ പറയുന്നതെല്ലാം എന്റെ അറിവിൽപ്പെട്ട സത്യങ്ങളാണ്. ഈശ്വരൻ സാക്ഷി, എന്റെ ജീവിതം സാക്ഷി. ജീവിതം സാക്ഷി. ജനനി ക്ലബ്ബ് പുലിക്കണ്ടം വാട്സാപ്പ് കൂട്ടായ്മ ഒരുക്കുന്ന നാട്ടിലെ പ്രതിഭകൾ എന്ന വീഡിയോ പരിപാടി തുടരുന്നു. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഇപ്പോൾ ഉള്ളത് നമ്മുടെ പുലിക്കണ്ടത്ത് നിന്നും 7-8 കിലോമീറ്റർ ഉള്ളിലേക്ക് മാറി രണ്ടാനക്കുന്ന് എന്ന കൊച്ചു മലയോര ഗ്രാമത്തിലാണ്. സംസ്ഥാന പോളിടെക്നിക് കലോത്സവത്തിൽ നാടകം, കവിതാലാപനം, പ്രസംഗം എന്നീ മത്സരങ്ങൾക്ക് 1ാം സ്ഥാനം നേടി അഭിമാനമായി മാറിയ കുഞ്ഞാറ്റ എന്ന വിളിപ്പേരുള്ള സോന വിൻസെന്റ് എന്ന വിദ്യാർത്ഥിനിയുടെ വീട്ടിലാണ്. ഇനി നമുക്ക് സോനയ്ക്ക് 1ാം സമ്മാനം നേടിക്കൊടുത്ത കവിത കേൾക്കാം. നമുക്ക് വേണു സിനയിൽ പായും നടുക്കമുള്ളൊരു ലഹരി, നമുക്ക് വേണു ചുണ്ടിൽ തീയുടെ കടുപ്പമുള്ളൊരു ലഹരി, നമുക്ക് വേണ്ട തലയിൽ തീമഴ തീമത്ത് പെയ്യും ലഹരി, നമുക്ക് വേണ്ട ജീവിതമാകെ തകർത്തിടുന്നൊരു ലഹരി, നമുക്ക് വേണ്ട ജീവിതമാകെ തകർത്തിടുന്നൊരു ലഹരി. നമ്മൾ ഒറ്റുകൊടുക്കരുതേ, പോറ്റി വളർത്തിയോ അച്ഛനെ വേടിനെ ഒട്ടു മറക്കരുതേ, നമ്മൾ ഒട്ടു മറക്കരുതേ, പെറ്റു വളർത്തിയോരമ്മ മനസ്സിനെ ഒറ്റ കൊടുക്കരുതേ, നമ്മൾ ഒറ്റുകൊടുക്കരുതേ, പോറ്റി വളർത്തിയോ അച്ഛനെ വേടിനെ ഒട്ടു മറക്കരുതേ, നമ്മൾ ഒട്ടു മറക്കരുതേ. എനിക്കു ലഹരി, പുസ്തകമെന്റെ ലഹരി, നല്ലൊരു നാടകം നിന്റെ മനത്തിൻ സ്വപ്നമാണ് ലഹരി, സ്വപ്നമാണ് ലഹരി, സ്വപ്നമാണ് ലഹരി. ഇനി നമുക്ക് കുഞ്ഞാറ്റയുടെ കുടുംബത്തെ പരിചയപ്പെടാം. ഇതെന്റെ അപ്പച്ചൻ വിൻസെന്റ് മാഷ്. ഞാൻ വിൻസെന്റ്, അധ്യാപകൻ, ഗവൺമെന്റ് അല്ല ട്യൂട്ടോറിയൽ കോളേജ്. കഴിഞ്ഞ 30 വർഷമായിട്ട് ഞാൻ ട്യൂട്ടോറിയൽ കോളേജിൽ മലയാള അധ്യാപകൻ. ഇതെന്റെ ഭാര്യ മോളിക്കുട്ടി, കുഞ്ഞാറ്റയുടെ അമ്മച്ചി. ഈ കുടുംബശ്രീയും തയ്യലും ഒക്കെ എന്റെ പമ്പറത്ത് മോളിക്കുട്ടി എന്റെ കൊച്ചുമോളാ. അത് എന്നെയൊന്ന് പരിചയപ്പെടുത്തടാ. അയ്യോ പെടങ്ങല്ലേ, ഇത് ഞങ്ങളുടെ അപ്പാപ്പൻ, എന്റെ അമ്മയുടെ അപ്പച്ചനാ. 8 വയസ്സ്, 90 വയസ്സുണ്ട്. 89 അപ്പാപ്പ 90 വയസ്സ്. എടി പ്രായം കൂട്ടി പറഞ്ഞ കിളവനാക്കില്ലടി പുല്ലെന്റെ മോളെ മോളെ. വല്യപ്പൻ കഴിഞ്ഞ 3-4 കൊല്ലം കൊണ്ട് 89 വയസ്സ്. അങ്ങനെ ഒരു മാസം കൊടുത്തു നോക്കണേ. 89 വരെ ആയിട്ടുള്ളൂ. 90-ൽ കാലം കൊണ്ടുവന്ന് പണ്ടൊരു കവടിക്കാരൻ പറഞ്ഞതാ. അതുകൊണ്ട് 89 തന്നെ നിൽക്കാന്ന് വിചാരിച്ചു. കാലം പോയി വലിക്കുന്നതേ ഉള്ളൂ. പ്രഷറില്ല, കൊളസ്ട്രോൾ ഇല്ല, സുമരില്ല. അയ്യോ, ഇത്ര ഒറ്റത്തിൽ ഇവിടെ ആരെങ്കിലും ചമയ്ക്കാൻ പറ്റുമോ? കൈ വിട്ടു പോവാ. ഞങ്ങളുടെ അപ്പുറത്തച്ഛൻ. ഞാൻ അയൽക്കാരനാ, പേര് പാർത്ഥസാരഥി. ഉണ്ട്, ഇവളുടെ വീടിന് നേരെ അപ്പുറത്താ എന്റെ വീട്. മലയോര ജനതാ പാർട്ടിയുടെ ഒരു ചെറിയ പ്രവർത്തകനാണ്. 2005 പഞ്ചായത്ത് ഇലക്ഷനിൽ മത്സരിച്ചു, പൊട്ടി. ആയിക്കോട്ടെ ആയിക്കോട്ടെ. പക്ഷേ വരാൻ പോകുന്ന പഞ്ചായത്ത് ഇലക്ഷൻ മത്സരിക്കും, പൊട്ടും. അത് പിന്നെ സംഭവിക്കാൻ പോകുന്ന കാര്യമുള്ളൂ. ഓ, ഇതെന്റെ ഒറ്റ മോന സച്ചിദാനന്ദൻ. രണ്ടാനക്കുന്ന് ജംഗ്ഷനിൽ ഫാൻസി കട നടത്തുക. മുഖം ബാലകനായ കൂട്ടാണെങ്കിലും വയസ്സ് 32 ആയിട്ടുള്ളൂ. ഇതൊക്കെ എന്തിനാ ഇവിടെ പറയുന്നത്? ഏടാ ഇതിൽ കൂടെ കണ്ടെങ്കിലും വല്ല ആലോചനയും വരുന്നെങ്കിൽ വരട്ടടാ. ബാലകനാണ്
അല്ല, കുഞ്ഞാറ്റയ്ക്ക് ഒരു മൂത്ത സഹോദരനില്ലേ? പുള്ളിയെ പറ്റിയൊന്നും പറഞ്ഞില്ല. എന്റെ മോന്റെ പേര് ബോബിയെന്നാ. അവൻ പുറത്തോട്ട് എങ്ങാണ്ട് മോളുടെ വീട്ടിൽ കൊടുക്കാൻ വന്നത് ഇത്രയൊക്കെ മതി. അല്ല, മകന്റെ വിശേഷങ്ങൾ കൂടി എല്ലാവരെ പറ്റി പറഞ്ഞാലല്ലേ ഒരു പൂർണ്ണത ഉണ്ടാകും. മതിയെന്ന് പറഞ്ഞില്ലേ? എല്ലാ കുടുംബത്തിൽ കാണുമല്ലോ ഇതുപോലെ തന്റെ സ്വപ്നങ്ങളൊക്കെ എടുത്താലുണ്ട്. അവന്റെ കാര്യം പറഞ്ഞ് ഇവന്റെ ടെമ്പർ തെറ്റിക്കണ്ട. ബോബി ഇവനും ചക്കര പല ഫ്രണ്ടുകളാ. ദോഷം പറയുന്നല്ലോ. ഇവിടുത്തെ സംസ്ഥാന സ്വഭാവമൊന്നും ഇവന് കിട്ടിയിട്ടില്ല കേട്ടോ. ആരാ പറയുന്നത്? പിറക്കുന്നെങ്കിൽ നല്ല തന്തയ്ക്ക് പറക്കണം. എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കും. നിന്റെ കാര്യമല്ല കുഞ്ഞെ, ഞാൻ പഴമൊഴി പറഞ്ഞു. നല്ല പഴമൊഴി. സജീവ് സാർ വാ, നമുക്ക് കൂട്ടുകാരെ കിട്ടാനില്ലേ? ഇവിടെ വൈകുന്നേരം തെറി കിട്ടും. എന്റെ അപ്പാപ്പ ഒന്നും മിണ്ടാതെ. മോശമായി പോയി അപ്പാപ്പ. വല്ല ബർത്ത്ഡേ മുമ്പിൽ എന്റെ മോനെ കുറിച്ച് അനാവശ്യം പറഞ്ഞത്. ഞാനതുകൊണ്ട് അവളെ നിർത്തി. നിന്റെ കെട്ടിയതാണെങ്കിലേ ക്യാമറയ്ക്ക് അപ്പുറം തള്ളക്ക് വിളിച്ചേനെ. അത്ര കൊണ്ട് മോശം പോണം. വല്യപ്പൻ ഇപ്പൊ ഇത് പറയും. ചേട്ടായി കാണുമ്പോ തിരിച്ചു. അത് പിന്നെ ഒരു ബിയറിന്റെ എരിവ് തൊണ്ടയ്ക്ക് കീഴോട് ചെല്ലണമെങ്കിലേ അവൻ വേണം. വല്യപ്പൻ ആദ്യ സൈഡാ അപ്പച്ചൻ്റെതോ അതോ ചേട്ടായിടതോ? ഞാൻ എന്റെ സൈഡാ. എന്റെ സൈഡ് ഭാരതത്തിൽ വേണമല്ലോ. 10-32 കൊല്ലമായിട്ട് പിള്ളേരെ പഠിപ്പിക്കുക. ആയിരക്കണക്കിന് കുട്ടികളെ കണ്ടു. ഓ, ഇതുപോലെ ഒരുത്തൻ എങ്ങനെ വന്ന് പിറന്നടിയെ നിന്റെ വൈദ്യുതി. അത് നിനക്കറിഞ്ഞൂടെ? ഉണ്ടാതിരിക്കും. ഒരാൾ ഫീലിങ്സ് സംസാരിക്കുമ്പോ വിട്ടുകള വിൻസന്റെ പിള്ളേരല്ലടാ. തനിക്കത് പറയാ. തന്റെ മകൻ എപ്പോഴും തന്തയ്ക്ക് വിളി കേൾപ്പിക്കുന്നവനല്ല. പക്ഷെ എന്റെ കാര്യം അങ്ങനല്ല. ഓരോ ദിവസം ഉറങ്ങാൻ കിടക്കുന്നത് ഇവൻ മാത്രം എന്താ രക്ഷപ്പെടാത്തതെന്ന് ആലോചിച്ച് തെണ്ടിച്ച ഉണരുന്നത് ഇന്നെങ്കിലും അവനെ പറ്റി ഒരു നല്ലതുണ്ടാകണേ എന്ന പ്രാർത്ഥനയോ. എവിടെ അവനും കൂടി തോന്നണ്ടേ? എല്ലാം ശരിയാകും വിൻസന്റെ. താൻ വിഷമിക്കാതെ. ഉണ്ടായ മക്കൾ ഉപകരിക്കാതെ വരുന്നതിനേക്കാൾ വലിയ വിഷമം എന്താണോ ഈ ഭൂമിയിൽ? അതിനിപ്പോ കാര്യമായിട്ടൊന്നും സംഭവിച്ചില്ലല്ലോ. അപ്പാപ്പൻ ഏതാണ് പറഞ്ഞത് തൂങ്ങി വെറുതെ. ഇനി എന്റെ മുഖത്തോട് കയറിക്കോ. എടാ വിൻസന്റെ, ആമ്പിളാകുമ്പോ ചെറുപ്രായത്തിൽ ചില്ലറ കുരുത്തക്കടൊക്കെ കാണിക്കുമെന്ന്. നന്നായിക്കോളുമെന്ന്. അവൻ എന്റെ വെച്ച് പോലില്ലേ? അതാ എന്റെ പേടി. അതാ എന്റെ പേടി. നന്നായി കണ്ടാ മതി. സെന്റി ആവാതെടോ വിൻസന്റെ. അയ്യോ ദൈവമേ, കേട്ടോ? ന്യൂ ജനറേഷനാ. അപ്പനെ കയറി ഇടോന്ന്. ഞാൻ വിട്ട്. നന്നായി. ആ ഓണറിഞ്ഞാ പിന്നീട് ഒരാൾക്ക് അപ്പീലില്ലല്ലോ. എന്റെ അമ്മച്ചിക്ക് കുശുമ്പാടി. അതെ അതെ, കുശിപ്പ. അയ്യോ എടാ മനസ്സിലാക്കി. നല്ല ക്രിസ്മസ് ആയിട്ട് നമുക്ക് ചെറുതൊന്നും അടിച്ചാലോ? എന്റെ ഈ സാധനം അയ്യോ വാങ്ങി വിൻസന്റെ താൻ കഴിക്കത്തില്ലല്ലോ. ഇല്ലല്ലോ. ഇവിടെ ഞാൻ അപ്പാപ്പനുമായിട്ടൊരു ചെറുത്. അയ്യോ വലുത്. എന്റെ മോനെ എന്താണ് സഞ്ചരിക്കുന്ന ബീവറേജോ? ഞാനാ ഇദ്ദേഹത്തെ ഓരോരോ ദുശ്ശീലങ്ങൾ പഠിപ്പിക്കുന്നത്. വല്ലപ്പോഴും വലിയ ഉള്ളതാ. രണ്ടെണ്ണം അടിച്ചിട്ട് എനിക്ക് തന്നോട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം സംസാരിക്കാൻ. കുടിച്ചില്ലെങ്കിൽ താൻ നല്ല അയൽക്കാരനാ, നല്ല കൂട്ടുകാരൻ. കുടിച്ച് കഴിഞ്ഞാ പിന്നെ വെറും കൂതറേ. അല്ലടോ, എനിക്ക് തന്നോട് പ്രധാനപ്പെട്ട ഒരു കാര്യം സംസാരിക്കാനാണ്. കുടിക്കാത്തപ്പോ പറയുന്നെങ്കിൽ പറഞ്ഞാ മതി. കുടിച്ചു കഴിഞ്ഞാ പിന്നെ താനെന്തെങ്കിലും വാവിട്ട് പറയും. ഇന്നാളത്തെ പോലെ നമ്മൾ രണ്ടാളും പിളങ്ങും. ഓഹോ, അത്രയ്ക്ക് ഞാൻ എന്റെ വീട്ടിൽ പോയിരുന്നു കുടിച്ചു. അതാ നല്ലത്. താനിക്ക് ഈഗോയാണോ? മൂടി ചെയ്യുകയോ? കണ്ട ചുണ്ടിലെടുത്തുന്ന മഹാലക്ഷ്മി വണ്ടി കയറി പോണത് കണ്ട. നന്നായി. എങ്ങനെയേ ഉള്ളി മക്കളെ, അവൻ മാത്രമേ പറഞ്ഞ അപ്പൊ അവൻ തരുമ്പ പോലെയല്ലേ കണ്ട. എന്നെ പോലെ ഗതികെട്ടവൻ ഈ ഭൂമി വരെ ഉണ്ടാവത്തില്ല. അതെ, എത്ര പോക്കിരി എന്ന് പറഞ്ഞാലും അവനെ ആണ് വയസ്സാം കാലത്ത്. ആര് മനസ്സിലായില്ലയോ? അപ്പാപ്പ, ഞാൻ ബോബിയുടെ കാര്യം പറഞ്ഞത് ഒന്ന് മിണ്ടായിരിക്കുന്നുണ്ടോ? ഇവള് കെട്ടിയേ ഒന്ന് കെട്ടിയാനെ വീട്ടിലോട്ട് പോകും. വയസ്സാം കാലത്ത് ഇത്തിരി കൈലത്തിനെങ്കിലും ഉപകരിക്കുന്നത് എന്റെ കുഞ്ഞായിരിക്കും. ഉപകരിക്കും കാത്തിരുന്നു. ഒന്ന് പോച്ചായ നല്ലൊരു ദിവസമായിട്ട് നിങ്ങൾ അവനോട് വഴക്കൊന്നും പോയേക്കരുത്. എനിക്കെന്ത് വഴക്ക്? നന്നായി കാണുമെന്നുള്ള മോഹമല്ലാതെ. അവൻ ഈ ക്രിസ്മസ് മുതൽ നന്നായി കൊള്ളാമെന്ന് എന്റെ കുഞ്ഞിന്റെ തലയിലടിച്ച് സത്യം ചെയ്തതാ. ക്രിസ്മസ് ഇനിയും വരുമല്ലോ. ആ പറഞ്ഞതുള്ളതാണെങ്കിൽ ഞാൻ എന്റെ ചങ്ങാതി സേഫ് എന്ന് പറഞ്ഞാൽ വിസയുടെ കാര്യം ചോദിക്കും. പക്ഷെ അവനോട് സമ്മതിക്കണം. ഈ കച്ചറയൊക്കെ നിർത്തി ഞാൻ ദുബായിക്ക് പോയിക്കോളൂ. ഞാൻ വരണം. മക്കളെ, നീ എവിടെയായിരുന്നോ? അപ്പച്ചന് നിന്നോടെന്തോ എനിക്ക് കുറച്ച് അർജൻസി ഉണ്ട്. അമ്മച്ചിന് മാറിയുന്നേ. അപ്പച്ചന് നിന്നോടെന്താ സംസാരിക്കാനുണ്ടോ? ഞാൻ പിന്നെ സംസാരിക്കാൻ തുടങ്ങി. അങ്ങോട്ട് പോയി. അപ്പച്ച ഞാനെന്ന് അകത്തോട്ട് ചെല്ലട്ടെ, അല്ലെങ്കിൽ ചേട്ടായി എന്റെ എന്തെങ്കിലും അടിച്ചു മാറ്റി കൊണ്ടുപോകും. കണ്ട അവന്റെ വായിൽ ചാരായത്തിന്റെ മണം വന്നു. മക്കളെ അപ്പാ ഈ ക്രിസ്മസോടെ നന്നാവുമെന്ന് നിന്റെ മോൻ പറഞ്ഞു ആണോ? എന്നെ കണ്ടുപിട്ടില്ലെങ്കിൽ ഞാൻ പോയി നന്നാക്കാൻ. ഒന്ന് മിണ്ടാതിരിക്കുന്നുണ്ടോ? എന്നാ കണ്ടേ എന്റെ കുഞ്ഞ് ബിയറല്ലാതെ വേറെ
ഫസ്റ്റ് ഒരു പൈനെടുത്ത് അവന്റെ മുന്നിൽ വെച്ച് കൊടുത്തു നോക്കണം. തുമ്മിയിട്ട് തിരിഞ്ഞു നോക്കുമ്പോ സാധനം കാണത്തില്ല. അത്രയ്ക്ക് ഫാസ്റ്റ്. ചേട്ടായി എന്നെ തള്ളിയിട്ട് എന്നെ കാശ് കൊടുക്ക പൊട്ടിച്ചെടുത്തു. അയ്യോ, അവൻ അടിച്ച തേഞ്ഞ കൊണ്ടോട്ടെ പാവല്ലേ. കണ്ടോ കണ്ടോ, ഇത് എത്രാമത്തെ തവണ ഈ വീട്ടിൽ നിന്ന് കാശ് അവൻ എടുക്കുന്നു. വന്നു ഇന്ന് ഞാൻ അവനെ എവിടെ കാശ് ഒരു ടീഷർട്ട് എടുത്ത് അടുക്കള വഴി അങ്ങ് പോയി. അയ്യോ, ആ ചാണകൂടെ ഇടപെടായി കിടക്കുക. ആ ചെറുക്കൻ വീട് ഓർത്തിക്കാട്ടെ. ഇന്ന് ഞാൻ അവനെ ശരിയാക്കി തരാം. അതെ, നിങ്ങളിപ്പോ അവന്റെ വരെ പോണ്ട. അവനെന്തെങ്കിലും അത്യാവശ്യം കാണുന്നേ. പോയിട്ടും കാര്യമില്ല, ഓൻ ഇനി തിരിച്ചു വരുമെന്ന് തോന്നുന്നില്ല. ആരാ മനസ്സിലായില്ല? നിന്റെ മോന്റെ കൂടെ ഷെയർ ഇട്ടടിച്ച ആരെങ്കിലും ആയിരിക്കും. എന്നാൽ എന്തായിരിക്കും അവൻ അടിച്ചത്? റാവുത്തറോ? അങ്ങനെ സാധനം ഇറങ്ങിയിട്ടുണ്ടോ? എന്റെ പേര് റാവുത്തർ. അതല്ല ഞാൻ നോക്കുന്നത്. സെയ്ദ് റാവുത്തർ എന്ന് മൊത്തം പേര്. നമ്മൾ കുറച്ചു നേരമായിട്ട് വണ്ടി ഒതുക്കി ഇങ്ങനെ വീടിന് പുറത്ത് കാത്തു നിൽക്കായിരുന്നു. നമ്മുടെ ബോബി വീട്ടിലെത്തിയാലുടൻ ഓനൊരു അവാർഡ് കൊടുക്കാൻ. മനസ്സിലായില്ലേ? ഇതിൽ മനസ്സിലാക്കാൻ ഇരിക്കുന്നു. അവൻ ഇയാളെ വലിപ്പിച്ച് കാണും. ഏതാണ്ട് ഈ സിറ്റിയില് വണ്ടി റെന്റിന് കൊടുക്കുന്ന ബിസിനസ് ആണ്. ഈ ബിസിനസ് എന്ന് പറയുമ്പോ ആപ്പ ഉപ്പ ഹോണ്ട ടയോട്ട ഒന്നുമല്ല, എല്ലാം വില കൂടിയ കാറുകളാണ്. ഓഡി, ഫെരാറി, മസ്താങ്, ലെക്സസ് 70 ലക്ഷം മുതല് 3 കോടി വരെ വിലയുള്ള കാറുകൾ. ഇവിടെ ബോബി കൂട്ടുകാരുകൾ വന്ന് നമ്മുടെ ഓഡി കാർ റെന്റിൽ എടുത്തിട്ട് ഏതോ മതിലേറ്റ് കയറി അങ്ങ് ചാമ്പി. അയ്യോ, കഷ്ടമായി പോയി. ഒരു വരയും ടെയിൽ ലാമ്പിനൊരു സ്ക്രാച്ചും എടുക്കേ. ഒരു സ്റ്റിക്കർ ഒട്ടിച്ചൊന്നും അറിയാത്ത പോലെ കൊണ്ടങ്ങ് തന്നോ. നിക്കണോ? 10 രൂപയുടെ കാര്യമുള്ളൂ. കുറച്ച് പൊക്കോട്ടെ. മാരുതിയുടെ പാട്ട എറിയുമ്പോഴല്ല മൂപ്പിന്നെ. ഒറ്റ സ്ക്രാച്ചിന് ലക്ഷങ്ങൾ പൊടിയും. അതിൽ ഇൻഷുറൻസിൽ കവറാകാത്ത ഒരു 55,000 ബില്ലുണ്ട്. റാവുത്തർ ഒരു പാവമായോണ്ട് നിങ്ങൾ അത് മാത്രം തന്നാ മതി. പല തവണ വിളിച്ച് ഓനെടുത്തില്ല. കായ് ചോദിക്കാൻ വിട്ട നമ്മുടെ എക്സിക്യൂട്ടീവിന് ഓനും കൂട്ടുകാരും കൂടെ ചേർന്നങ്ങ് തല്ലി നടക്കുക. വീട് നമ്മൾ കണ്ടുപിടിച്ച് എന്റെ വണ്ടി വഴി കണ്ടതുകൊണ്ടാ ഓൻ അടുക്കള വഴി മുങ്ങിയത്. സ്റ്റാഫിനെ തന്നെ നമ്മൾ വിട്ടേക്കാം. എന്റെ കായും മര്യാദക്ക് തന്ന ഈ പ്രശ്നം ഇവിടെ കൊണ്ടങ്ങ് തീരും. അവനുണ്ടാക്കുന്ന പോക്കറ്റ് തരാൻ ഇവിടെ കാശുണ്ട്. അല്ലപ്പാ വേണ്ടേ. അയ്യോ, ദേ വടി. ചെറുക്കനെ പിള്ളേരങ്ങ് കൊണ്ടുവരും. പിള്ളേര് കയറി ഡീല് ചെയ്തിട്ട് കൊച്ചിനെ നുള്ളിയെ ഓ നിക്കറെ കൂടെ മുള്ളിയെന്ന് പറഞ്ഞ് വന്നേക്കരുത്. റാവത്തരൊരു മക്കൾ എങ്ങനെയല്ല, അവന്മാരാണ് ഇപ്പൊ വന്നതെങ്കിൽ അടുക്കള വഴി ഓടിയോന്റെ ഒരു കാലെങ്കിലും കൊണ്ടാ തിരിച്ചു വരൂ. അയ്യോ, എന്റെ ദൈവമേ. പേരൻസ് വിട്ട സ്ഥിതിക്ക് ഇനി പിള്ളേർ ഡീൽ ചെയ്യട്ടെ. എന്നാലും ഒരു മനുഷ്യത്വം വെച്ച് ഓന് നമ്മള് 2 ദിവസം കൂടെ കൊടുക്കും. ഏത് ഈ പച്ചയിറച്ചിന്മേ മണ്ണ് പറ്റാതിരിക്കാൻ 2 ദിവസം. സലാന
ഇനി എന്തിട്ട് തേച്ചാ പോകുമോ എന്റെ ഭർത്താവേ? വേറെ ഒന്നും ചെയ്തു തരണ്ട. ഈ കഴുകെടുത്ത തുണിയെടുത്ത് ഒരിടത്തോട്ടൊന്ന് ഇട്ടെന്നാലെന്താ അത് ഇങ്ങോട്ടേക്ക് ഏൽപ്പിക്കും. ദുരിതം വന്നല്ലാതെ എന്റേതായിട്ടാണ് ഭർത്താവേ ഇത്. അമ്മ എന്നാത്തിനാ ഈ പിറുവിറുക്കുന്നേ? ഏത് നേരം ഇതാണല്ലോ. എടി കുറച്ച് തുണി നിനക്ക് കഴിയാലെന്താ? വാഷിംഗ് മെഷീൻ പിന്നെ എന്നാത്തിനാ അമ്മ വാങ്ങി വെച്ചേക്കുന്നേ? എടി എന്നും അതിനകത്ത് തുണിയിട്ട് കഴിയാതെ അത് നശിച്ചു പോകടി. വല്ലപ്പോഴും കൈകൊണ്ട് തിരുമണം, അതാ നിനക്ക് നല്ലത്. നല്ലതല്ല, നക്കിത്തരം. എന്നെ കൊണ്ടങ്ങ് വയ്യ, പഠിക്കാനുണ്ട്. അല്ലെങ്കിൽ തന്നെ എന്തെല്ലാം വീട്ടുകളിലാ ഞാനിവിടെ ചെയ്തു തരുന്നത്. അമ്മ ചേട്ടായിയെ കൊണ്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യിക്കുന്നുണ്ടോ? അങ്ങനെ ആകുഞ്ഞല്ലേ. ആ പിള്ളേര് വീട്ടുകളിൽ എന്താ തേഞ്ഞു പോവോ? അമ്മ എപ്പോഴും ചേട്ടായിയുടെ സൈഡാ.